അമേരിക്കയിലെ ടെക്സസ് പ്രവിശ്യയിലുള്ള പ്രമുഖ നഗരമായ ഡാളസിനെ നടുക്കിക്കൊണ്ട് ജനവാസ മേഖലയിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. നഗരമധ്യത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ ഇരുനില അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ് അഗ്നിബാധയിൽ പൂർണ്ണമായും കത്തിയമർന്നത്. ആകാശത്തേക്ക് 100 കണക്കിനടി ഉയരത്തിൽ കറുത്ത പുകപടലങ്ങൾ ഉയർന്നതോടെ നഗരമാകെ കടുത്ത പരിഭ്രാന്തിയിലാവുകയും ഒരു യുദ്ധഭൂമിക്ക് സമാനമായ നരകാന്തരീക്ഷം പ്രദേശത്ത് രൂപപ്പെടുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഡാലസ് ഫയർ റെസ്ക്യൂ വിഭാഗത്തിലെ ഡസൻ കണക്കിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് സംഭവ സ്ഥലത്തേക്ക് ഒരേ സമയം കുതിച്ചെത്തിയത്. കത്തിയെരിയുന്ന കെട്ടിടത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താനും തീ നിയന്ത്രണ വിധേയമാക്കാനും അഗ്നിശമന സേനാംഗങ്ങൾ കഠിന പ്രയത്നം നടത്തി. പ്രദേശത്തെ അഗ്നിരക്ഷാ സേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നിനാണ് ഡാലസ് വ്യാഴാഴ്ച സാക്ഷ്യം വഹിച്ചത്. ഈ ഭീകരമായ ദുരന്തത്തിൽ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന 4 പൗരന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പുക ശ്വസിച്ചും ശരീരമാകെ പൊള്ളലേറ്റും അതീവ ഗുരുതരാവസ്ഥയിലായ ഇവരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിസാഹസികമായാണ് കെട്ടിടത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡാളസിലെ പ്രമുഖ അത്യാഹിത വിഭാഗത്തിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ ഇരുനില അപ്പാർട്ട്മെന്റ് കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. കനത്ത പുകയും കനലുകളും അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള വിപുലമായ തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കരപിടിച്ച കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വലിയ തോതിൽ പരിശോധന നടത്തുകയാണ്. അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ ഡാളസ് പോലീസിന്റെയും ഫയർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷമേ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് ഫയർഫോഴ്സ് വക്താവ് മാധ്യമങ്ങളെ അറിയിച്ചു. അഗ്നിബാധയുടെ ആദ്യ സൂചനകൾ ലഭിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സ് വാഹനങ്ങൾ സൈറൺ മുഴക്കി സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. അപ്പോഴേക്കും തീ അപ്പാർട്ട്മെന്റിന്റെ ഭൂരിഭാഗം മേഖലകളെയും വിഴുങ്ങിക്കഴിഞ്ഞു. കെട്ടിടത്തിന്റെ ജനലുകളിലൂടെയും മേൽക്കൂരകളിലൂടെയും ഭീമാകാരമായ തീക്കോളങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങൾ സമീപവാസികളെയാകെ ഭീതിയിലാഴ്ത്തി. പ്രദേശത്തെ വായു പൂർണ്ണമായും കറുത്ത പുകയാൽ മൂടപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം വലിയ ഹോസുകൾ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിലേക്ക് ശക്തമായി വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും അണച്ചെന്ന് ഉറപ്പുവരുത്താനും കനലുകൾ വീണ്ടും ആളിക്കത്തുന്നത് തടയാനുമാണ് ഈ നീക്കം. കരിപിടിച്ച തടികളും തകർന്നു വീണ കോൺക്രീറ്റ് പാളികളും മാറ്റുന്ന പ്രവർത്തനങ്ങളും ഇതിനൊപ്പം സജീവമായി നടക്കുന്നുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യർ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അത്യാധുനിക ഉപകരണങ്ങളും അഗ്നിശമന സേന ഉപയോഗിക്കുകയാണ്. വലിയ തടികളും കത്തിയമർന്ന ഗൃഹോപകരണങ്ങളും കൈകൊണ്ട് മാറ്റിയാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് നീങ്ങുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുക ഉയരുന്നത് ഇപ്പോഴും തുടരുകയാണ്. അത് രക്ഷാപ്രവർത്തകരുടെ കാഴ്ചയെയും ശ്വസനത്തെയും കടുത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ വിനാശകരമായ അഗ്നിബാധയ്ക്ക് ശേഷം യഥാർത്ഥ കെട്ടിടത്തിന്റെ കരിപിടിച്ച ഒരു അസ്ഥികൂടം മാത്രമാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് അവശേഷിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈ ഒരൊറ്റ ദുരന്തത്തിലൂടെ ഡാളസിലെ ജനവാസ മേഖലയിൽ ഉണ്ടായത്. അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾക്ക് തങ്ങളുടെ സർവ്വസമ്പാദ്യങ്ങളും വസ്ത്രങ്ങളും രേഖകളും ഈ തീപിടുത്തത്തിൽ നഷ്ടമായി കഴിഞ്ഞു. ഡാളസ് നഗരമധ്യത്തിന്റെ അതിർത്തി പ്രദേശത്താണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തന്നെ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെയും ഈ ദുരന്തം ബാധിച്ചു. ദുരന്ത സ്ഥലത്തേക്ക് സാധാരണക്കാർ പ്രവേശിക്കുന്നത് തടയാൻ പോലീസ് പ്രദേശം പൂർണ്ണമായും വളയുകയും ചുറ്റുമുള്ള റോഡുകളിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. പുകപടലങ്ങൾ കാരണം സമീപത്തെ മറ്റ് കെട്ടിടങ്ങളിലുള്ളവരോടും താൽക്കാലികമായി മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അപ്പാർട്ട്മെന്റിലെ മറ്റ് താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. പ്രാദേശിക ഭരണകൂടവും റെഡ് ക്രോസ് പോലുള്ള സന്നദ്ധ സംഘടനകളും ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രങ്ങളും താൽക്കാലിക താമസ സൗകര്യങ്ങളും ഒരുക്കാൻ രംഗത്തുണ്ട്. തങ്ങളുടെ വീടുകൾ കത്തി അമരുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഡാളസ് മേയറും മറ്റു ഉയർന്ന നഗരസഭാ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു.
പരിക്കേറ്റവർക്ക് സാധ്യമായ എല്ലാ മികച്ച ചികിത്സയും ഉറപ്പാക്കുമെന്നും വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ഭരണകൂടം വ്യക്തമാക്കി. നഗരത്തിലെ അഗ്നിശമന സംവിധാനങ്ങളുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ ദുരന്തത്തിന്റെ ആഘാതം കുറിച്ചതായി മേയർ പ്രശംസിച്ചു. ഈ സംഭവം ഡാളസിലെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളിലെ അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. കെട്ടിടത്തിൽ ആവശ്യത്തിന് ഫയർ അലാറങ്ങളും തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നോ എന്ന് അധികൃതർ പരിശോധിക്കും. നഗരത്തിലെ പഴയ കെട്ടിടങ്ങളുടെ സുരക്ഷാ ഓഡിറ്റിംഗ് കർശനമാക്കണമെന്ന ആവശ്യവും പ്രാദേശിക നിവാസികളിൽ നിന്നും ഉയരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷമേ ആളപായത്തെക്കുറിച്ചുള്ള അന്തിമ ചിത്രം വ്യക്തമാവുകയുള്ളൂ. നിലവിൽ പരിക്കേറ്റ 4 പേരുടെയും നില ഗുരുതരമായി തുടരുകയാണെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഡാളസ് നഗരത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഈ വൻ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും പ്രദേശം ഇനിയും മുക്തമായിട്ടില്ല.